നാരായണ. ഓം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ഹരി ഓം, നമസ്കാരം. എല്ലാവരും വരൂ. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരംഗിണി പരമ്പരയിലെ 149 ദിവസത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. വിഷ്ണുപാദാദികേശ സ്തോത്രം ആ ക്ലാസ്സിലേക്ക് ഇന്നേക്ക് 5-ാം ദിവസമായി. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. വിഷ്ണുപാദാദി കേശസ്തോത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ദിവസമായി 4 ശ്ലോകങ്ങളാണ് കണ്ടത്. ഇന്ന് തുടർന്ന് കാണാം. ആദ്യത്തെ 10 ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്യാം. ഓം. ലക്ഷ്മീ ഭർത്തുർഭുജാഗ്രേ കൃതവസതി
सितं यस्य रूपं विशालं नीलाद्रे स्तुङ्गशृङ्गस्थितमिव रजनीनादबिम्बं विभाति पायान्नः पञ्चजन्यः सकलदिदिजनत्रासनैः पूरयन् स्वैर्निद्वानैर्निरतौगध्वनिपरिभवदैर् अम्बरं कम्बुराजः आहुर्यस्य स्वरूपं क्षणमुखमखिलं सूरयः कालमेतं द्वान्दस्यैकान्तमन्दं यदपि च परमं सर्वधाम्नां च धाम चक्रं तच्चक्रपाणेः दिदिजतनुगलरक्तधाराक्तधारं शश्वन्नो विश्ववन्द्यं वितरतु विपुलं शर्म घर्मांशुशोभम् अव्यानिर्घातघोरो हरिभुजपवनामर्शनाद्मादमूर्तेः अस्मान् विस्मेरनेत्रत्रिदशनुतिवचः साधुगारैः सुतारः सर्वं संहर्तुमिच्छोः अरिकुलभुवनं स्फारविस्फारनादः संयत्कल्पान्दसिन्धौ शरसलिलगणावर्मुच कार्मुकस्य जीमूतश्यामभासा मुहुरपि भगवद्बाहुना मोहयन्ती युद्धेषु धूयमाना झटिति तडिति वा लक्ष्यते यस्य मूर्तिः सोऽसिस्त्रासाकुलक्षत्रिदशरिपुवपुः शोणितास्वादतृप्तो नित्यानन्दाय भूयाद् मधुमदन मनोनन्दगो नन्दगो नः कम्रागारामुरारेः करतलकमलेनानुरागाद्गृहीता सम्यक् वृत्तास्थिताग्रे सपदि न सहते दर्शनं या परेषाम् राजन्दी दैत्यजीवासवमदमुदिदा लोहिता लेपनार्द्रा कामं दीप्तांशुकान्दा प्रदिशतु दयिदेवास्य कौमोदगिनः यो विश्वप्राणभूतस्तनुरपि च हरेर्यानकेतुस्वरूपो यं सञ्चिन्त्यैव सद्यः स्वयमुरगवधूगर्वर्गगर्भा चञ्चण्डोरुतुण्डत्रुडितफणिवसारक्तपङ्गाङ्गिदास्यं वन्दे छन्दोमयं तं खगपतिममलस्वर्णवर्णं सुपर्णम् विष्णोर्विश्वेश्वरस्य प्रवरशयनकृत्सर्वलोकैकधर्ता सोऽनन्दः सर्वभूतः पृथुविमलयशा सर्ववेदैश्च वेद्यः पाता विश्वस्य शश्वत्सकलसुररिपुध्वंसनः पापहन्ता सर्वज्ञः सर्वसाक्षी सकलविषभयात् पातु भोगीश्वरो नः वाग्भूगौर्यादिभेदैः विदुरिह मुनयो यां यदीयैश्च पुंसां कारुण्यार्द्रैकटाक्षैः सकृतविपतितैः सम्पदस्यु समग्राः कुन्देन्दुस्वच्छमन्दस्मितमधुरमुगाम्बोरुहां सुन्दराङ्गीं वन्दे वन्द्याम् अशेषैरपि मुरबिदुरो मन्दिराम् इन्दिरां ताम् या सूते सत्त्वजालं सकलमपि सदा सन्निधानेन पुंसो धत्ते या सत्त्वयोगाच्चरमचरमिदं भूतये भूतजातम् दात्रीं स्थात्रीं जनित्रीं प्रकृतिमविकृतिं विश्वशक्तिं विधात्रीं विष्णोर्विश्वात्मनस्तां विपुलगुणमयीं प्राणनाथां प्रणौमि येभ्यो सूयद्भिरुच्चैः
സപതി പദമുരുത്യജ്യതേ ദൈത്യവർഗൈഃ യേഭ്യോ ധർത്തും ച മൂർധ്നാ സ്പൃഹയതി സതതം സർവഗീർവാണവർഗഃ നിത്യം നിർമൂലയേയുഃ നിചിതതരമമീ ഭക്തി നിഗ്നാത്മനാം നഃ പത്മാക്ഷസ്യാംഘ്രിപത്മദ്വയതലനിലയാഃ പാംസവഃ പാപപങ്കം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, സുസ്വാഗതം. നാരായണ നാരായണ. ഇപ്പോൾ വിഷ്ണു പാദാദികേശ സ്തോത്രം 4 ശ്ലോകങ്ങൾ ഒരുവിധം വിസ്തരിച്ച് കണ്ടു. ആദ്യത്തെ ശ്ലോകത്തിൽ ശബ്ദബ്രഹ്മസ്വരൂപമായ ശംഖം, 2ാം ശ്ലോകത്തിൽ ഭഗവാന്റെ ആയുധ ശ്രേഷ്ഠനായ ചക്രത്തെ, കാലസ്വരൂപമായും മറ്റുമൊക്കെ വർണ്ണിക്കപ്പെടുന്നതായിട്ടുള്ള ചക്രത്തെ കണ്ടു. 3ാമത്തെ ശ്ലോകത്തിൽ ധനുസ് നമ്മളെ രക്ഷിക്കട്ടെ, ആ ധനുസ്സിൻ്റെ നാദം, ഗംഭീരമായ അതിൻ്റെ ഞാണൊലി നാദം നമ്മെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത് ഇടിവെട്ട് പോലെ ഗംഭീരമായതും ഭഗവാന്റെ കൈകളുടെ കാറ്റേറ്റ് തിളങ്ങുന്നതും അതുപോലെ തന്നെ കണ്ണു തള്ളിപ്പോയതായിട്ടുള്ള ദേവന്മാരുടെ സ്തുതിവചനങ്ങളോടൊപ്പം മുഴങ്ങുന്നതും എല്ലാ ലോകത്തുള്ള സർവ്വദുഷ്ടന്മാരെയും സംഹരിക്കുവാൻ ഇച്ഛിക്കുന്നതുമായിരിക്കുന്ന, അതുപോലെ കൽപ്പാന്തകാലത്തെ സമുദ്രത്തിൽ പെയ്യുന്നതായിട്ടുള്ള ജലധാര പോലെ ശ്രേഷ്ഠനായിരിക്കുന്ന ആ കാർമുകൻ്റെ, ആ വില്ലിൻ്റെ, ആ ശർഗമെന്നതായിട്ടുള്ള വില്ലിൻ്റെ ഗംഭീരമായിട്ടുള്ള സ്ഫാരവിസ്ഫാരനാദ, സ്ഫാരമായ വിസ്ഫാരനാദം, ഞാണൊലി ശബ്ദം, വ്യക്തമായി കേൾക്കുന്നതായിട്ടുള്ള ഞാണൊലി ശബ്ദം, അത് എന്തു ചെയ്യട്ടെ? അവ്യാത് അസ്മാൻ അവ്യാത്, നമ്മെ രക്ഷിക്കട്ടെ, നമ്മെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 4ാമത്തെ ശ്ലോകത്തിൽ വാളിനെ കുറിച്ചാണ് ഇന്നലെ അവസാനം കണ്ടത്. ഭഗവാന്റെ ബാഹുവിൻ്റെ ജീമൂത ശ്യാമഭാസം കൊണ്ട് മേഘം പോലെയുള്ളതായിട്ടുള്ള ആ വർണ്ണം ചേർന്ന് ഒന്നുകൂടെ ശോഭിക്കുന്ന മുഹുറഭിമോഹയന്തി, കൂടുതൽ ഭംഗിയായി തീർന്നിരിക്കുന്നതും യുദ്ധത്തിൽ വീശുന്നതായിട്ടുള്ള സമയത്ത് മിന്നൽ പോലെ കാണപ്പെടുന്നതുമായിരിക്കുന്ന ഏതൊരു മൂർത്തിയോടുകൂടിയതാണോ ഭഗവാന്റെ വാള്, ആ വാളിൽ നിന്ന് ഭയപ്പെട്ട ആകുലമായ അക്ഷങ്ങളോടുകൂടിയ ആ അസുര സമൂഹത്തിൻ്റെ വപുസ്സിലെ, ശരീരത്തിലെ ശോണിതം ആസ്വദിച്ച് അഹങ്കരിച്ച് മതിച്ച് ദർപ്പിച്ച് നിൽക്കുന്നതുമായിരിക്കുന്ന ആ മധുമദനൻ്റെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതുമായിട്ടുള്ള ആ നന്ദകം നഹ നിത്യാനന്ദായ ഭൂയാത്, നമുക്ക് നിത്യാനന്ദത്തിനായി ഭവിക്കട്ടെ എന്ന് 4ാമത്തെ ശ്ലോകത്തിൽ നന്ദകം എന്ന ഭഗവാന്റെ വാളിനെ സ്തുതിച്ചു. ഇനി 5ാം ശ്ലോകം നമുക്ക് കാണാം. 5ാം ശ്ലോകത്തിൽ ഭഗവാന്റെ ഗദ, കൗമോദകി എന്ന ഗദ ഭഗവാന് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഭഗവാൻ ഒരു ഭാര്യയെപ്പോലെ പ്രിയതമയാണ് ഭഗവാന്റെ ഈ കൗമോദകി എന്ന ഗദ എന്ന് അതിൻ്റെ ഉപമകളിലൂടെ, വിശേഷണങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ്. നോക്കാം. കമ്രാഗാര മുരാരേഃ കരതലകമലേനാനുരാഗാത് ഗൃഹീതാം സമ്യക് വൃത്താസ്ഥിതാഗ്രേ സപദി ന സഹതേ ദർശനം യാ പരേഷാം രാജന്തി ദൈത്യജീവാസവമദമുദിതാലോഹിത ലേപനാർദ്ര കാമം ദീപ്താംശുകാന്താ പ്രതിശതു ദയിദേവാസ്യ കൗമോദഗീ നഃ. കമ്രാഗാര മുരാരേഃ കരതലകമലേനാനുരാഗാത് ഗൃഹീതാ സമ്യക് വൃത്താസ്ഥിതാഗ്രേ സപദി ന സഹതേ
ദിശതു ദയിദേവാസ്യ കൗമോദഗീ. ഇപ്പോൾ ഭഗവാന്റെ കൗമോദകി. എന്താണ് കൗമോദകി എന്ന് പറഞ്ഞാൽ? കൗമോദകി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ആനന്ദത്തെ കൊടുക്കുന്നത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. കൂ ശബ്ദം ഭൂമി, അതിന് മോദകം എന്ന് പറഞ്ഞാൽ മോദം കരോതി, മോദത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് മോദത്തെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ കൗമോദകി? ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ ശിരസ്സും മാറും അടിച്ച് പിളർന്ന് ചതച്ചരച്ച് അവരെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ഭൂമിക്ക് സന്തോഷത്തെ കൊടുക്കുന്നതാണ് ഈ ഭഗവാന്റെ കൗമോദകി എന്നതായിട്ടുള്ള ഗത. അപ്പോൾ ആ കൗമോദകി എന്താണ് ഇവിടെ പ്രാർത്ഥന അറിയോ? നഹ കാമം പ്രതിശതു. അവസാനത്തെ വരിയിലുണ്ട് കാമം ദീപ്താംശുകാന്ത പ്രതിശതു ദയിദേവാസ്യ കൗമോദഗീ നഹ. അപ്പോൾ നഹ അവസാനം പറഞ്ഞു, വരിയുടെ ആദ്യത്തിൽ കാമം പറഞ്ഞു, ഇടയിൽ പ്രതിശതു പറഞ്ഞു. ഇത് മൂന്നിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിലെ പ്രാർത്ഥനയായി. എന്താ പ്രാർത്ഥന? നഹ കാമം പ്രതിശതു, ഞങ്ങൾക്ക് കാമങ്ങളെ നൽകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഭൂമിക്ക് ആനന്ദത്തെ കൊടുക്കുന്നതായിട്ടുള്ള കൗമോദകി എന്നതായിട്ടുള്ള ഗത നമ്മുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരട്ടെ. നഹ കാമം പ്രതിശതു. അപ്പോൾ ആര് കാമം പ്രതിശതു? ഇവിടെ കൗമോദകി എന്ന് കർത്താവ്. ആരാണ് കാമത്തെ നൽകേണ്ടത്, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരേണ്ടത്? ഭഗവാന്റേതായിട്ടുള്ള കൗമോദകി എന്നതായിട്ടുള്ള ഗത. അപ്പോൾ ആ ഗതയെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. എന്തൊക്കെയാണ് ഗതയ്ക്കുള്ളതായിട്ടുള്ള വിശേഷണങ്ങൾ നോക്കാം. കമ്രാകാര മുരാരേഹേ കരതല കമലേനാനുരാഗാത് ഗൃഹീത സമ്യക് വൃത്താസ്ഥിതാഗ്രേ സപതി ന സഹദേ ദർശനം യാ പരേഷാം രാജന്തി ദൈത്യ ജീവാസവ മദമുദിദാ ലോഹിതാലേപനാർദ്ര ദീപ്താംശുകാന്ത. ആ കൗമോദകി നഹ കാമം പ്രതിശതു. ഇവിടെ ദൈദേവാസ്യ എന്നും കൂടി ഒരു പ്രയോഗമുണ്ട്. ദൈദേവാസ്യ എന്ന് പറഞ്ഞാൽ അസ്യ ദൈതായിവ. അസ്യ എന്ന് പറഞ്ഞാൽ അസ്യ വിഷ്ണോഹോ, ആ ഭഗവാന്റെ ദൈതായിവ, ദൈതയെ പോലെയാണ് ഈ കൗമോദകി. ദൈത എന്ന് പറഞ്ഞാൽ പ്രിയതമ. അപ്പോൾ ഭഗവാന്റെ പ്രിയതമയെ പോലെ ഇരിക്കുന്നവളാണ് കൗമോദകി. അപ്പോൾ ഭഗവാന്റെ പ്രിയതമാരാ ലക്ഷ്മി ദേവി. അപ്പോൾ ലക്ഷ്മി ദേവിയെ പോലെ പ്രിയതമയായ ആ കൗമോദകി എന്ന ഗത നമുക്ക് എല്ലാ കാമങ്ങളെയും നൽകട്ടെ. ലക്ഷ്മി ദേവി എല്ലാ കാമങ്ങളെയും സാധിച്ചു തരും നമുക്ക്, അല്ലെ? അനുഗ്രഹ വർഷം ചെയ്യും. സമ്പത്തിൻ്റെ ദേവതയാണ്, ഐശ്വര്യ ദേവതയാണ് ലക്ഷ്മി. അപ്പം ലക്ഷ്മി എങ്ങനെയാണോ നമ്മളെ അനുഗ്രഹിക്കുന്നത്, അതുപോലെ ഭഗവാന്റെ കയ്യിലെ ഈ ആയുധമായിട്ടുള്ള കൗമോദകിയും നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരട്ടെ. ദൈദേവസ്യ അസ്യ ദൈതായിവ. അവിടെ ദൈതായിവ എന്ന് ഭഗവാന് പ്രിയതമയായിട്ടുള്ള കൗമോദകി എന്ന് വിശേഷിപ്പിച്ചതാണ്. പക്ഷേ പ്രിയതമയോട് ഉപമിച്ചതുകൊണ്ട് പ്രിയതമയെ പോലെ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയതമയുടെ ലക്ഷണങ്ങളൊക്കെ മൂപ്പർക്കുണ്ട്. ആർക്ക്? ഈ ഗതയ്ക്കുണ്ട് എന്നാണ് വിശേഷണങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ കമ്രാകാര എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ആകൃതി എന്നർത്ഥം. നല്ല താമരയുടെ ശോഭ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കമ്രാകാര എന്ന് പറയുന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ആകൃതി. ഗതയുടെ ആകൃതിയും ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയാണ് എന്നർത്ഥം. അപ്പോൾ ലക്ഷ്മി ദേവി എങ്ങനെയാണോ ഭഗവാന്റെ ദൈത സുന്ദരിയായിരിക്കണത്, അതുപോലെ ഈ ഗതയും കമ്രാകാര. പിന്നെയോ
മുരാരേഹേ കരതലകമലേന അനുരാഗാത് ഗൃഹീത. ഭഗവാൻ ലക്ഷ്മീദേവിയെ അനുരാഗപൂർവം തൻ്റെ കരതലം കൊണ്ട് ഗ്രഹിക്കുന്നത് പോലെ, തൻ്റെ ഭാര്യയുടെ കൈ പിടിക്കുന്നത് പോലെ, കരതല കമലേന, കരതലമാകുന്ന കമലം കൊണ്ട്, കയ്യാകുന്ന താമര കൊണ്ട് അനുരാഗാത് ഗൃഹീത, അനുരാഗപൂർവം ലക്ഷ്മിയെ പിടിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഗദയെയും പിടിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വളരെ താല്പര്യപൂർവം പ്രേമപൂർവം ഗ്രഹിച്ചിരിക്കുന്നവളും, അതാണ് മുരാരേഹേ, ആ മുരാരിയായ ഭഗവാന്റെ കരതലകമലേന അനുരാഗാത് ഗൃഹീത, കരതലകമലം കൊണ്ട് അനുരാഗപൂർവം ഗ്രഹിച്ചിരിക്കുന്ന. അപ്പോൾ ഗദയെ വളരെ പ്രേമപൂർവമാണ് ഭഗവാൻ ഗ്രഹിച്ചിരിക്കുന്നത്, ഭാര്യയെ പിടിച്ചിരിക്കുന്നത് പോലെ എന്ന് അല്ലേ. ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. ചില ആളുകളുടെ ഉദ്യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, അയാളുടെ ഫസ്റ്റ് വൈഫ് അയാളുടെ ജോലിയാണ്, രണ്ടാമത്തെ വൈഫാണ് വീട്ടിലുള്ള വൈഫ് എന്ന്. അതുപോലെ ഓരോരുത്തർക്കും പ്രിയമായിരിക്കുന്ന കാര്യങ്ങളെ അയാളുടെ ഭാര്യ എന്ന് ഉപമിച്ചുകൊണ്ട് പറയും. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവളുടെ പ്രിയപ്പെട്ട ഹോബിയെ അവളുടെ ഭർത്താവിനോട് ഉപമിക്കും. അങ്ങനെ പ്രിയപ്പെട്ടതിനെ ഭർത്താവായോ ഭാര്യയായോ ഒക്കെ ഉപമിക്കും അല്ലേ. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്, അവർക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ. ആ സ്മാർട്ട് ഫോണിൽ നിന്ന് വിട്ടിട്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. ഭാര്യയെ വേണമെങ്കിൽ പിരിഞ്ഞിരിക്കാം, സ്മാർട്ട് ഫോൺ വിട്ട് പിരിഞ്ഞിരിക്കാൻ ആർക്കും പറ്റില്ല. അത്ര പ്രിയപ്പെട്ടതായി ഓരോരുത്തർക്കും. അപ്പോൾ ദൈദേവ, പ്രിയതമയെ പോലെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഇന്നത്തെ ആൾക്കാർ. ഇവിടെ ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്നത്, പ്രിയതമയെ പോലെ കയ്യിൽ കൊണ്ടു നടന്നത് ഈ ഗദയാണ്, കൗമോദകി എന്നതായിട്ടുള്ള ഗദ. അപ്പോൾ മുരാരേഹേ കരതലകമലേന അനുരാഗാത് ഗൃഹീത, അനുരാഗപൂർവം ഗ്രഹിച്ചിരിക്കുന്നതും സമ്യക് വൃത്താ സ്ഥിതാഗ്രേ. ഗദയുടെ ആകൃതി വൃത്താകൃതിയാണ്. സമ്യക്കായ വൃത്താകൃതിയിൽ അഗ്രേ സ്ഥിത, മുമ്പിൽ സ്ഥിതി ചെയ്യുന്നവളും അല്ലേ. ഭഗവാന്റെ ഇടത് കൈ, മുമ്പിലത്തെ ഇടത് കൈയിലാണ് ഗദയുള്ളത്. അപ്പോൾ മുമ്പിലിരിക്കുന്നു, ഭഗവാന്റെ മുമ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, ഭഗവാന്റെ പാദത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. സമ്യക് വൃത്ത, നല്ല വൃത്താകൃതിയാണ് ആ ഗദയ്ക്ക്, ഗോളാകൃതിയാണ്, ഉരുണ്ടതാണ് ആ ഗദ അല്ലേ. അപ്പോൾ ഗദയുടെ രൂപം ദേവി സമ്യക് വൃത്തയാണ്. സമ്യക് വൃത്ത എന്ന് പറഞ്ഞാലോ, നന്നായി വർത്തിക്കുന്നവൾ, പതിവ്രതയായി വർത്തിക്കുന്നവൾ, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആ പതിവ്രതയായിരിക്കുന്ന ദേവി. അപ്പോൾ സമ്യക് വൃത്ത എന്ന് ലക്ഷ്മിയെയും പറയാം, ഗദയെയും പറയാം. ലക്ഷ്മിയും ഒപ്പം മുമ്പിൽ തന്നെ ഇരിക്കും ഭഗവാനെ ശുശ്രൂഷിച്ചുകൊണ്ട്. സ്ഥിതാഗ്രേ. അപ്പോൾ സമ്യക് വൃത്ത സ്ഥിതാഗ്രേ, നല്ല പ്രവൃത്തിയോടുകൂടെ സദാചാരത്തോടുകൂടെ എങ്ങനെയാണോ ലക്ഷ്മി ദേവി ഭഗവാന്റെ ഒപ്പം മുമ്പിലിരിക്കുന്നത്, അതുപോലെ ഈ ഗദയും ഭഗവാന്റെ ഇടതുവശത്ത് മുമ്പിൽ ചേർന്നിരിക്കണു വൃത്താകൃതിയിൽ. സമ്യക് വൃത്താസ്ഥിതാഗ്രേ സപതിന സഹദേ ദർശനം യാ പരേഷാം. സപതി, ഉടനെ തന്നെ, ന സഹദേ ദർശനം പരേഷാം, യാതൊന്ന്, ഏതൊരുവൾ എന്നാണ് അർത്ഥം. ഇവിടെ ഏതൊരു ഗദ എന്നർത്ഥം. ഗദയ്ക്ക് പരേഷാം ദർശനം സപതിന സഹതേ. ഇവിടെ പരേഷാം എന്നുള്ളതിന് ശത്രുക്കൾ എന്നർത്ഥം. പരന്മാരെന്നാൽ ശത്രുക്കൾ. അപ്പോൾ ശത്രുക്കളുടെ ദർശനം സഹിക്കാത്തവളാണ് ആര്? ഈ ഗദ, കൗമോദകി എന്ന ഗദ. ആ ഗദ ഭഗവാനോട് പറയും, എന്നെ ഒന്ന് വിടൂ, ആ ശത്രുക്കളെ ഞാൻ തീർത്തിച്ചിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വ്യഗ്രതയോടുകൂടി അസഹിഷ്ണുവായിരിക്കുന്നതാണ് ഈ ഗദയുടെ സ്വഭാവം. ശത്രുക്കളെ കണ്ടാ നശിപ്പിക്കണം എന്നുള്ള തോന്നലാണ് ഈ ഗദയ്ക്ക്. ഇവിടെ ലക്ഷ്മിയോട് ഉപമിക്കുമ്പോഴോ, ലക്ഷ്മീ ദേവിക്കും പരേഷാം ദർശനം ന സഹത്തെ. ഭഗവാനെ മറ്റു സ്ത്രീകളൊന്നും നോക്കുന്നത് ഇഷ്ടമല്ല. ഭൂമിദേവിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദേവിമാരോ ഒക്കെ വന്ന് ഭഗവാനെ ശുശ്രൂഷിക്കാനോ നോക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് സഹിക്കില്ല. കാരണം ദേവിക്ക് ഒറ്റയ്ക്ക് വേണം ഭഗവാനെ ശുശ്രൂഷിക്കാൻ. പൊസസീവാണ് ലക്ഷ്മി ദേവി എന്ന് പറയുക. അതാണ് സപതിന സഹദേ ദർശനം യാ പരേഷ. അപ്പം ഈ പദങ്ങളൊക്കെ പരസ്പരം ചേരുന്നു എന്നർത്ഥം. ലക്ഷ്മി ദേവിക്കും ഗദയ്ക്കും ഒരേ വിശേഷണങ്ങൾ. ഇവിടെ ലക്ഷ്മി ദേവി അല്ല വിശേഷ്യം കൗമോദകിയാണ്. വിശേഷണങ്ങൾ ലക്ഷ്മിയോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള വിശേഷണങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ്.
മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരേ ഭാവം. അപ്പോൾ സപതിന സഹതേ ദർശനം യാ പരേഷ രാജന്തി ദൈത്യ ജീവാസവ മതമുദിത ലോഹിതാലേപനാർദ്ര. ഇവിടെ ദൈത്യന്മാരുടെ ജീവാസവ മതമുദിത രാജന്തി. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ജീവാസവം എന്ന് പറഞ്ഞാൽ ജീവന്റെ ആസവം, രക്തം തന്നെയാണ് ജീവാസവം. അപ്പോൾ ആ രക്തം കൊണ്ട് മതമുദിത, മതിച്ചിരിക്കുന്നവൾ, ഒരു ആസവം പാനം ചെയ്തതുപോലെ അല്ലേ? ആസവം എന്ന് പറഞ്ഞാൽ മദ്യം നിർത്തോണം. മദ്യം പാനം ചെയ്തിരിക്കുന്നത് പോലെ മതിച്ചിരിക്കണു ആര്? ഈ ഗദ എന്നർത്ഥം. അതിവിടെ ലക്ഷ്മി ദേവിക്ക് അത്ര അങ്ങോട്ട് ചേരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗദയ്ക്ക് മാത്രമുള്ളതായിട്ടുള്ള ഓരോരോ ഉപമയായിട്ട് എടുക്കാം. അപ്പോൾ ദൈത്യജീവാസവ മതമുദിത ലോഹിതാരാജന്തി ലേപനാർദ്ര ലോഹിത ആലേപനാർദ്ര രാജന്തി. ലോഹിത എന്ന് പറഞ്ഞാൽ ചുവന്ന വർണ്ണത്തോടുകൂടെ, അഥവാ ലോഹിത ആലേപനാർദ്ര എന്ന് പറഞ്ഞാലോ ചുവന്ന ആലേപനം കൊണ്ട് ആർദ്രയായി നനഞ്ഞ ഒരു ആർദ്രതയുള്ള മൃദുവായിരിക്കുന്ന ഭാവത്തിൽ രാജന്തി ശോഭിക്കുന്നു. അപ്പൊ ഗദയ്ക്ക് അതിനൊരു ആർദ്രത വന്നിരിക്കുന്നതും ചുവപ്പ് നിറം വന്നിരിക്കുന്നതും ദൈത്യന്മാരുടെ ജീവാസവം പുരണ്ടതുകൊണ്ടാണ്. അസുരന്മാരുടെ പ്രാണരക്തം ശരീരത്തിൽ പുരണ്ടത് ഈ ഗദയ്ക്ക് മദ്യപാനം ചെയ്തതുപോലെ മതം കൊടുക്കുന്നു, സന്തോഷമായി കുടിച്ചിട്ട്, രക്തം കുടിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ ലോഹിത ആലേപനാർദ്ര എന്നുള്ളത് ലക്ഷ്മി ദേവിക്കും ചേരും. കാരണം ലക്ഷ്മി ദേവി കയ്യിലും കാലിലും ഒക്കെ ചില ചുവന്ന കോലരക്കിൻ ചാറ് മുതലായിട്ടുള്ള ചാറുകൾ മൈലാഞ്ചി പോലെ കാലിലും ശരീരത്തിലൊക്കെ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോഹിത ആലേപന ആർദ്ര, ലോഹിത ആലേപനം കൊണ്ട് ആർദ്രയായിരിക്കുന്ന ലക്ഷ്മിയെപ്പോലെ ശോഭിക്കുന്നു അസുരന്മാരുടെ രക്തം പുരണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഗദ എന്ന് പറയണം. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ലക്ഷ്മിയുടെ ചുവപ്പ് വർണ്ണത്തോട്, ലക്ഷ്മിയുടെ ശരീരത്തിലുള്ള ആലേപനങ്ങളോട് ചേർച്ചയുണ്ട് ഗദയിലുള്ള ഈ രക്തം പുരണ്ടിരിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥ. അങ്ങനെ രാജന്തി ശോഭതേ, ശോഭിക്കുന്നു എന്നർത്ഥം. രാജന്തി ദൈത്യ ജീവാസവ മതമുദിതാലോഹിതാലേപനാർദ്ര. അങ്ങനെയുള്ള ആ കൗമോദകി കാമം ദീപ്താംശുകാന്ത. ദീപ്താംശുകാന്ത എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ നിന്ന് ഗദയിൽ നിന്ന് അംശുക്കൾ, കിരണങ്ങൾ ദീപ്തം ജ്വലിക്കുന്നു, സൂര്യനെ പോലെ പ്രകാശം ചുറ്റും വ്യാപിക്കുന്നു. അങ്ങനെ കാന്തമായിരിക്കുന്നു, മനോഹരം. അപ്പോൾ അതിൻ്റെ ചുറ്റും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ജ്വലിക്കുന്ന കിരണങ്ങളെ കൊണ്ട് മനോഹരം എന്ന് ഗദയ്ക്ക് ഉപമയാണെങ്കിൽ അത് ദേവിക്ക് എങ്ങനെ ചേർക്കാമെങ്കിൽ പട്ടുവസ്ത്രം കൊണ്ട് എന്നർത്ഥമുണ്ട്. അംശു എന്നുള്ള ശബ്ദത്തിന് അംശുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുവസ്ത്രം എന്നർത്ഥമുണ്ട്. അപ്പോൾ ആ അംശുകം കൊണ്ട് ശോഭിക്കുന്നവൾ പട്ടുവസ്ത്രം കൊണ്ട് ദീപ്താംശുകാന്തത്വം, അതിന് പട്ടുവസ്ത്രം കൊണ്ട് ജ്വലിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. അപ്പോൾ ദേവി പട്ടുവസ്ത്രം കൊണ്ട് പ്രകാശിക്കുന്നു, ഗദയാകട്ടെ അതിൻ്റെ ദീപ്ത കിരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്നു എന്ന് അർത്ഥം. ദീപ്താംശുകാന്താം ദയിദേവ അസ്യ ദൈതായിവ. ആ ഗുരുവായൂരപ്പൻ്റെ പ്രിയതമയെ പോലെയുള്ള ആ കൗമോദകി എന്ന ഭഗവാന്റെ ഗദ നഹ കാമം പ്രതിശതു, ഞങ്ങൾക്ക് കാമത്തെ നൽകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിക്കട്ടെ. ലക്ഷ്മി ദേവി എങ്ങനെയാണോ നമ്മളെ അനുഗ്രഹിക്കുന്നത് അതുപോലെ ഈ കൗമോദകി എന്നതായിട്ടുള്ള ഗദയും നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കാമനകളെ സാധിച്ചു തരട്ടെ എന്നുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന. അപ്പം ലക്ഷ്മിയോട് ഉപമിച്ചു ഈ ഗദയെ എന്ന് പറയുക. അപ്പോൾ ഒട്ടും മോശമാക്കണ്ട, ഈ ഗദയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഭഗവാന് അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് ആദിശങ്കര ഭഗവത്പാദര്. ദുഷ്ടന്മാരായ അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഈ ഗദ. അത് കൗമോദകിയാണ്, ഭൂമിക്ക് ആനന്ദത്തെ കൊടുക്കുന്നതാണ്. ഇനി പൃഥ്വി തത്വവുമാണ് പഞ്ചഭൂത തത്വങ്ങളിൽ ഏറ്റവും സ്ഥൂലമായ ആയുധമാണ് ഈ ഗദ.
അത് പൃഥ്വീ തത്വത്തോട് ഉപമിക്കുന്നു താന്ത്രിക സമ്പ്രദായത്തിൽ. കമ്രാകാരാമുരാരേഹേ കരതലകമലേനാനുരാഗാദ്ഗൃഹീത സമ്യക് വൃത്താസ്ഥിതാഗ്രേ സപതി ന സഹദേ ദർശനം യാ പരേഷാം രാജന്തി ദൈത്യ ജീവാസവമദമുദിതാ ലോഹിതാലേപനാർദ്ര കാമം ദീപ്താംശുകാന്ത പ്രതിശതു ദയിദേവാസ്യ കൗമോദഗീനഃ. കൗമോദകിയെ ധ്യാനിച്ചു. ഇനി അടുത്തത് ഭഗവാന്റെ പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഗരുഡൻ ആണ്. ഗരുഡാഴ്വാർ എന്ന് പറയാം. ആ ഗരുഡ ഭഗവാനെ സ്തുതിക്കുന്നതാണ് 6ാമത്തെ ശ്ലോകം. യോ വിശ്വപ്രാണഭൂതസ്തനുരഭിജഹരേഃ യാനകേതുസ്വരൂപോ യം സഞ്ചിന്യൈവ സദ്യ സ്വയമുരഗവധൂവർഗഗർഭാഃ പതന്തി ചഞ്ചച്ചണ്ടോരുതുണ്ടത്രുടിതഭണിവസാരക്തപങ്കാംഗിദാസ്യം വന്ദേ ഛന്ദോമയം തം ഖഗപതിമമലസ്വർണവർണം സുപർണം. യോ വിശ്വപ്രാണഭൂതസ്തനുരഭിജഹരേർയാനകേതുസ്വരൂപോ യം സഞ്ചിന്യൈവ സദ്യ സ്വയമുരഗവധൂവർഗഗർഭാഃ പതന്തി ചഞ്ചച്ചണ്ടോരുതുണ്ടത്രുടിതഭണിവസാരക്തപങ്കംഗിദാസ്യം വന്ദേ ഛന്ദോമയം തം ഖഗപതിമമലസ്വർണവർണം സുപർണം. ഇവിടെ വന്ദേ എന്നുള്ളതാണ് ക്രിയ. വന്ദേ, അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു എന്നർത്ഥം. ആരെ വന്ദിക്കുന്നു? സുപർണം. സുപർണം വന്ദേ. സുപർണം ഗരുഡന്റെ പര്യായമാണ്. സുപർണൻ, സുപർണഃ പ്രഥമ സുപർണഃ. ഇവിടെ ദ്വിതീയാണ് സുപർണനേ എന്ന് പറയാൻ. സുപർണം വന്ദേ. കൃഷ്ണഃ, രാമഃ എന്നൊക്കെ രാമന്റെ പേര്, കൃഷ്ണന്റെ പേര്. അവരെ വന്ദിക്കുമ്പോൾ എങ്ങനെ പറയണം? കൃഷ്ണം വന്ദേ, രാമം വന്ദേ, ശിവം വന്ദേ എന്ന് ദ്വിതീയയിലാക്കിയിട്ട് വേണം വന്ദേ എന്ന ക്രിയ പ്രയോഗിക്കാൻ. അപ്പോൾ സുപർണം വന്ദേ, സുപർണനെ ഞാൻ വന്ദിക്കുന്നു. എന്താ സുപർണൻ എന്ന വാക്കിന്റെ അർത്ഥം? സുഷ്ടുവായ പർണങ്ങളോട് കൂടിയവൻ, നല്ല ചിറകുകളോട് കൂടിയവൻ എന്നർത്ഥം. വലിയ ചിറകുകളോട് കൂടിയവൻ, മനോഹരമായ ചിറകുകളോട് കൂടിയവൻ, സ്വർണവർണ്ണത്തിലുള്ളതായിട്ടുള്ള ചിറകുകളോട് കൂടിയവൻ എന്നൊക്കെ അർത്ഥമാണ് ഇവിടെ സുപർണ ശബ്ദം. പർണം എന്നാൽ ഇല എന്നും തൂവൽ എന്നും ചിറക് എന്നും ഒക്കെ അർത്ഥമാണ്. പക്ഷങ്ങൾ തന്നെയാണ് ഇവിടെ പർണങ്ങൾ. അപ്പൊ സുപർണൻ ഗരുഡൻ, ആ ഗരുഡ ഭഗവാനേ എന്നർത്ഥം. ഭഗവാന് ഗരുഡന് ഗരുത്മാൻ എന്നും പേര്, ഗരുഡൻ എന്നും പേര്. ആ ഗരുഡൻ എന്നും ഗരുത്മാൻ എന്നൊക്കെ പറയാൻ കാരണം ഗരുത്ത് എന്ന് പറഞ്ഞാലും ചിറകാണ്. അപ്പൊ ചിറക് വലിയ ചിറകായിരിക്കുന്നവനായതുകൊണ്ടാണ് മൂപ്പർക്ക് ഗരുത്മാൻ, ചിറകുള്ളവൻ എന്ന് പേര്. ഇപ്പോൾ ചെറിയ ഈയാമ്പാറ്റയ്ക്കും ചിറകുണ്ട്, കൊതുകിനും ഉണ്ട് ചിറക് അല്ലേ, ചെറിയ കുരുവികൾക്കും ഉണ്ട് ചിറക്. അവരെയൊന്നും ചിറകുള്ളവൻ എന്ന് പറയാറില്ല, വലിയ ഗരുത്മാൻ എന്ന് പറയാറില്ല. ഏതുപോലെ ഇപ്പോൾ കയ്യിൽ 5 റുപ്യ 10 റുപ്യ വെച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ ധനികൻ എന്ന് വിളിക്കുവോ? ആരെയാണ് നമ്മൾ ധനികൻ എന്ന് വിളിക്കുക? നല്ലോണം ധനം കയ്യിലുള്ളവനെയാണ് ധനികൻ എന്ന് വിളിക്കുക അല്ലേ. കോടീശ്വരന്മാരെയാണ് നമ്മൾ ധനികൻ എന്ന് വിളിക്കുക. അല്ലാതെ കയ്യിൽ 10 റുപ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ധനമുണ്ട് അതുകൊണ്ട് അവൻ ധനികനാണെന്ന് ആരെങ്കിലും വിളിക്കുവോ? ഇല്ല. അതുപോലെ കൊതുവിനും ചിറകുണ്ട്, പക്ഷേ ചിറകുള്ളവരെന്ന് വിളിക്കില്ല. എന്തോ ജീവിച്ച് പൊക്കോട്ടെ എന്നുകൊണ്ട് മൈൻഡ് ചെയ്യില്ല നമ്മൾ. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്ന ചിറകുകളാണ് ആരുടേത്? ഗരുഡൻ്റേത്. അത്ര വലിയ ചിറകുകളാണ്, വിശാലമായിട്ടുള്ള ചിറകുകൾ. അതുകൊണ്ട് തന്നെ ഗരുഡന് പറക്കാൻ ഒരു ക്ലേശവുമില്ല. ഈ കൊതുവിൻ്റെയും കുരുവിയുടെയൊക്കെ ചിറകുകൾ ചെറുതായതുകൊണ്ട് അവർക്ക് ഭയങ്കര എഫർട്ടാണ്. എത്ര വേഗത്തിൽ അടിക്കണവർക്ക് അല്ലേ? ഒരു സെക്കൻഡിൽ എത്ര വേഗം അടിക്കുന്നുണ്ടാവും അവർ, എത്ര പ്രാവശ്യം അടിക്കുന്നുണ്ടാവും. ഈ കൊതുവും ഈച്ചയും അതുപോലെയുള്ളതായിട്ടുള്ള ജന്തുക്കളൊക്കെ ചിറകടിക്കുന്നത് എത്ര വേഗത്തിലാണ്. നേരെ മറിച്ച് നമ്മുടെ ഗരുഡൻ ചിറകടിക്കുന്ന കണ്ടുണ്ടോ നിങ്ങൾ?
ഗരുഡനെ ഒരു അടി അടിച്ചാൽ 1.5 മണിക്കൂറിലേക്ക് അത് മതി. കൂളായിട്ടാണ് ഒരടി. ഇതാ ഒന്നടിച്ചു, അതിൻ്റെ ശക്തി മതി, മൊമെൻറ്റം. എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പോവാൻ, എത്ര ഉയരത്തിലേക്ക് വേണമെങ്കിൽ പോകാൻ. അപ്പം അത്രയും വലിയ ചിറകുകളാണ്. ഗരുഡൻ പറക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾക്ക് മുക്തി നേടാം. ആ ഗരുഡനെ പോലെ ആയാൽ മതി നമ്മളും. ഗരുഡൻ എത്ര കൂളായിട്ടാണ് ആകാശത്ത് വിഹരിക്കുന്നത്, പറക്കുന്നത്. ഒരു എന്താ പറയുക വ്യഗ്രതയില്ല, ഒന്നിനും ഒരു ധൃതിയുമില്ല. മൂപ്പൊരു കൂളായിട്ട് പറന്ന് നടക്കണ്ടാവും. ചിറക് അനക്കാതെ എഫേർട്ട്ലെസ് ഒരു ജീവൻ മുക്തനാണ്. ആകാശത്തെ ജീവൻ മുക്തനാണ് ഗരുഡൻ. ആ ഗരുഡനെ കണ്ട് നമ്മൾ പഠിക്കണം ഗരുഡനെ പോലെ ആവാൻ. ആ ഗരുഡനെ പോലെ എഫർട്ട്ലെസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ആ ഗരുഡന് തൻ്റെ വലിപ്പം എന്താണെന്ന് അറിയാം. അതാണ് അതിൻ്റെ മഹത്വം. എന്നപോലെ നമ്മൾ നമ്മുടെ വലിപ്പം അറിയുമ്പോഴേ നമ്മൾ എഫർട്ട്ലെസ് ആവുള്ളൂ. എന്താ നമ്മുടെ വലിപ്പം? ശരീര വലിപ്പം അല്ല അവിടെ പറഞ്ഞത്. പിന്നെയോ നമ്മുടെ മഹത്വം, നമ്മുടെ ആത്മസ്വരൂപം, അത് ബ്രഹ്മസ്വരൂപമാണ്. ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള നമ്മുടെ മഹത്വം നമ്മൾ അറിയുമ്പോൾ നമ്മളും ഈ ഗരുഡനെ പോലെ എഫർട്ട്ലെസ് ആവുന്നു. ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന്. ഇതാ ഇങ്ങനെ ഈ ചെറിയൊരു അടിമതി ഈ ലോകത്തിൽ ജീവിക്കാൻ. ഇത്രേ ആവശ്യമുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അതിനാ ദിവസവും ഗരുഡനെ തൊഴാൻ പറയുന്നത്. ഭഗവാന്റെ വിഷ്ണുവാഹനമായി പക്ഷിരാജാവായ ഗരുഡനെ നമ്മൾ ദിവസവും തൊഴണു അല്ലേ? കുങ്കുമാംഗത വർണ്ണാംഗ കുന്ദേന്ദു ധവളാനന വിഷ്ണുവാഹന രൂപായ പക്ഷിരാജായ തേ നമഃ. എങ്ങനെ നമ്മുടെ മുത്തശ്ശിമാർ നമ്മളെ പഠിപ്പിച്ചു ഗരുഡനെ നോക്കി തൊഴാനായിട്ട്. എന്താ ഈ ഗരുഡനെ നോക്കി തൊഴലിൻ്റെ താല്പര്യം? കുറച്ചു നേരം ഗരുഡനെ നോക്കി ഒബ്സർവ് ചെയ്തിരിക്കുന്ന എന്ത് ശാന്തി ഉണ്ടാവുകയോ നമ്മുടെ മനസ്സിൽ. ആ ഗരുഡൻ്റെ ആ ഒരു എഫർട്ട്ലെസ്നെസ്, ആ കൂളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. ഇവിടെ മറ്റ് പക്ഷികളൊക്കെ, ചെറിയ ചെറിയ പക്ഷികളൊക്കെ കടപടൊന്നും വേഗം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു വ്യഗ്രതയില്ലാതെ ഇങ്ങനെ ആനന്ദ വിഹായസിൽ ഇങ്ങനെ ഒരു അടി ചിറക് ഒന്നടിച്ചാൽ കുറേ നേരം മൂപ്പർ അതിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ആനന്ദമാണ് ഗരുഡനെ കാണുന്നത്. നിങ്ങൾ നമ്മുടെ ആശ്രമത്തിലേക്ക് വരും. ഇവിടെ നിറയെ ഗരുഡന്മാരുണ്ട്. ഇവിടെ ചുറ്റും പനകളുണ്ട്. ഈ പനകളിലൊക്കെ ഗരുഡൻ കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിവസവും നിറയെ കാണാം ഗരുഡന്മാരെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മുകളിലേക്ക് നോക്കിയിരുന്നാൽ ഈ ഗരുഡന്മാരുടെ പറക്കുന്ന ലീല കാണാൻ നല്ല രസമാണ്. മറ്റ് പക്ഷികളൊക്കെ വ്യഗ്രതയോടുകൂടി പായുക. ഇവർക്ക് ഒരു പാച്ചിലും ഇല്ല, ഒരു പ്രശ്നവുമില്ല. കണ്ട് നമുക്കും അതുപോലെ ആവാൻ പറ്റും. അത്ര രസകരമാണ് എന്ന് പറയാം. ഇപ്പോൾ പറഞ്ഞു വന്നത് ആ ഗരുഡൻ്റെ സുപർണൻ, ഗരുത്തുമാൻ. ഗരുഡൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിറകുള്ളവൻ എന്നാണ് അർത്ഥം. സുപർണൻ എന്നും ഗരുത്ത് എന്ന് പറഞ്ഞാൽ ചിറകാണ്. ഗരുത്തുമാൻ ചിറകുള്ളവൻ, വലിയ ചിറകുള്ളവനായതുകൊണ്ട് മൂപ്പരെ ചിറകുള്ളവരുടെ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് പറയുന്നു. ധനികൻ എന്ന് പറയും പോലെ. അപ്പോൾ ആ സുപർണം വന്ദേ, ആ സുപർണനെ വിശേഷിപ്പിക്കുന്നതാണ് ബാക്കിയുള്ളതായിട്ടുള്ള പദങ്ങളൊക്കെ. യോ വിശ്വപ്രാണഭൂതസ്തനുരപി ച ഹരേർയാനകേതുസ്വരൂപോ യം സഞ്ചിന്യൈവ സദ്യ സ്വയമുരഗവധൂവർഗഗർഭാഃ പതന്തി ചണ്ഡോരുതുണ്ടത്രുടിത ഭണിവസാരക്തപങ്കംഗിദാസ്യം വന്ദേ ഛന്ദോമയം തം ഖഗപതിം അമലസ്വർണവർണം സുപർണം. ഇപ്പൊ സുപർണന്റെ വിശേഷണങ്ങള് യഹ ഏതൊരുവനാണോ വിശ്വപ്രാണഭൂതസ്തനുരപി, നമ്മുടെ വിശ്വത്തിൻ്റെ പ്രാണഭൂതനായിട്ടുള്ള തനുവാണ് എന്നർത്ഥം. വിശ്വത്തിൻ്റെ പ്രാണനാണ് ആര്? ഈ ഗരുഡൻ. അപ്പോൾ പ്രാണസ്വരൂപനായിട്ടാണ്, വായുസ്വരൂപനായിട്ടാണ് ഗരുഡനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. വിശ്വപ്രാണൻ എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ പ്രാണൻ വായു.
ഇപ്പോൾ വായു ഭഗവാന് തുല്യനായിട്ടാണ്, വായുവിനോട് ഉപമിച്ചിട്ടാണ് ഇവിടെ ഗരുഡനെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് വായുവിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് പോലെ തന്നെയാണ്. വിശ്വപ്രാണ വായുവാണല്ലോ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ സഞ്ചരിപ്പിക്കുന്നത്, അല്ലേ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ശക്തി ആരാണ്? ചാലക ശക്തി പ്രാണനാണ്, വായുവാണ്. പ്രകർഷേണ അന്യതേ ഇതി പ്രാണഃ, എല്ലാവരെയും ചലിപ്പിക്കുന്നവൻ, അനക്കുന്നവനാണ്. അനക്കുക എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അനക്കുക, അനക്കുക എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുക എന്നാണ്. ആ എന്നുള്ള ശബ്ദത്തിലാണ് പ്രാണ ശബ്ദം വരുന്നത്. പ്രാ പ്ലസ് പ്രാണ. പ്രാ എന്നുള്ള ഉപസർഗത്തോട്, പ്രിഫിക്സിനോട് എന്നുള്ള ധാതു ചേർന്നു. അനക്കുന്ന, മലയാളത്തിൽ അനക്കൽ തന്നെയാണ്. ഇവിടെ അന്യതേ എന്ന ക്രിയാരൂപം സംസ്കൃതത്തിൽ അന്യതേ ദാറ്റ് വിച്ച് മേക്സ് അതേഴ്സ് മൂവ് എന്നർത്ഥം. മറ്റുള്ളതിനെ ചലിപ്പിക്കുന്നവനാണ് പ്രാണൻ. പ്രാണനുണ്ടോ? ചലനമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രാണനെ നോക്കുന്നു, ചലനമുണ്ടോ? പ്രാണനുണ്ട്. അന്തരീക്ഷത്തിൽ പ്രാണനുണ്ടെങ്കിൽ ഇല അനങ്ങുന്നത് കാണാം. അപ്പോൾ എവിടെ അനക്കുണ്ടെങ്കിലും അവിടെ എന്തുണ്ട്? പ്രാണന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ പ്രാണനോടാണ് ഇദ്ദേഹത്തിൻ്റെ തനുവിനെ, ഈ ഗരുഡനെ ഉപമിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാലോ, ഈ ഗരുഡവാഹനനായിരിക്കുന്ന ഭഗവാനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാൻ പ്രാണനാകുന്ന ഗരുഡൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പ്രാണസ്വരൂപനായി, പ്രാണവാഹനനായി ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഭഗവാൻ അന്തര്യാമിയായി വ്യാപിച്ചിരിക്കുന്നത് ഏത് വഴിക്കാണ്? പ്രാണൻ വഴിക്കാണ്. അതുകൊണ്ടാണ് പ്രാണൻ പോയി എന്ന് തന്നെ പറയുന്നത് നമ്മൾ, ജീവൻ പോയി കഴിയുമ്പോൾ, അല്ലേ? ആളുടെ ജീവൻ പോകുന്നത് പ്രാണനും ജീവനും ഒന്നിച്ചു തന്നെയാണ് പോകുന്നത്. അപ്പോൾ പ്രാണൻ വാഹകനാണ്, ജീവൻ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഇവിടെ ജീവനാണ് ഭഗവാൻ വിഷ്ണു, പ്രാണനാണ് ഗരുഡൻ. അപ്പോൾ പുറത്ത് ഗരുഡനെ കാണുമ്പോൾ തന്നെ ദാ എൻ്റെ പ്രാണൻ പോണു, അതിൻ്റെ മുകളിൽ ഭഗവാൻ ഇരിക്കും പോലെ എൻ്റെ ഉള്ളിൽ ആ പ്രാണസഹിതനായി, ആ ജീവശക്തിയായി ഭഗവാൻ എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, വിഷ്ണു ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ധ്യാനിക്കാനുള്ള വിഷയമാണിത്. അപ്പോൾ വിശ്വപ്രാണഭൂതസ്തനുരപി, വിശ്വത്തിൻ്റെ പ്രാണഭൂതനായിരിക്കുന്ന, പ്രാണനായി ഭവിച്ചിരിക്കുന്ന മൂർത്തിയാണ് ആരുടേത്? ഗരുഡൻ്റേത്. എന്നിട്ടോ ഹരേഹേ, ഹരിയുടെ യാനകേതുസ്വരൂപോ. യാനകേതു, യാനം എന്നാൽ വാഹനം. ഏതാണ്? ഭഗവാന്റെ രഥം. രഥത്തിൻ്റെ കേതു എന്ന് പറഞ്ഞാൽ കൊടിയടയാളം. അപ്പോൾ കൊടിയിലെ മുകളിൽ ഭഗവാന്റെ വാഹനത്തിൻ്റെ കൊടിയുടെ അടയാളം എന്താണ്? ഗരുഡനാണ്. ഗരുഡധ്വജനാണ് ഭഗവാൻ. ഭഗവാന്റെ കൊടിയടയാളം ഗരുഡൻ, ഗരുഡധ്വജൻ എന്നർത്ഥം. അപ്പോൾ ഹരേഹേ യാനകേതുസ്വരൂപോ, ഹരിയുടെ യാനകേതുസ്വരൂപനായിരിക്കുന്നവനും യം സഞ്ചിന്യൈവ സദ്യസ്വയമുരഗവധൂ വർഗഗർഭാഹ പതന്തി. യം യാതൊരുവനെ സഞ്ചിന്യയേവ ചിന്തിക്കുമ്പോൾ തന്നെ, ആ ഗരുഡനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, സദ്യ ഉടനെ, സ്വയം പെട്ടെന്ന് തന്നെ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഗർഭം അലസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക്? ഭണി അല്ല, മറ്റെന്താ, ഉരകവധൂ വർഗങ്ങളുടെ ഗർഭങ്ങൾ. ഉരകവധുക്കൾ എന്ന് പറഞ്ഞാൽ നാഗവധുക്കൾ, സർപ്പങ്ങളുടെ ഭാര്യമാര്, അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഗർഭങ്ങൾ പതന്തി പതിക്കുന്നു. ഗർഭം പതിക്കുക എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പോകുന്നു എന്നർത്ഥം. അപ്പൊ ഗരുഡൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ ഉരക സ്ത്രീകളുടെ ഉള്ളിൽ ഗർഭമുണ്ടെങ്കിൽ അലസിപ്പോകും. ഗരുഡന്റെ നിഴലുകൾ കണ്ടാൽ മതി സർപ്പങ്ങൾ മാളത്തിന്റെ അടിയിലേക്ക് ഒളിക്കാൻ. ഗരുഡൻ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുമ്പോൾ അതിൻ്റെ നിഴല്, അതിൻ്റെ ചിറകിൻ്റെ നിഴല് ഭൂമിയിൽ കണ്ടാൽ പാമ്പുകൾക്കറിയാം, ദാ തങ്ങളുടെ ശത്രു എപ്പോൾ വേണമെങ്കിൽ വന്ന് പിടിച്ചോണ്ട് പോകാം. അപ്പം എവിടെ പതുങ്ങണം എന്ന് പാമ്പുകൾ വേഗം പതുങ്ങിക്കളയും ഏതെങ്കിലും മാളത്തിൻ്റെ അകത്തേക്ക്. ഗരുഡൻ്റെ നിഴല് പോലും സഹിക്കാൻ പാമ്പുകൾക്കാവില്ല. അവരുടെ കാലനാണ് മുകളിൽ സഞ്ചരിക്കുന്നത്. ഈ ഗരുഡനാണെങ്കിലോ എത്ര ഉയരത്തു നിന്ന് നോക്കിയാലും ഏത് ചെറിയ പാമ്പിനെയും താഴെ കാണുകയും ചെയ്യും. മൂപ്പര്
കൂളായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ആള് ഈ പാമ്പിനെ താഴെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലോഞ്ചിങ് ഉണ്ട് മൂപ്പര്, പാരച്യൂട്ട് ഇറങ്ങുന്നത് പോലെ. എത്ര വേഗത്തിലാണ് ഇങ്ങനെ താഴേക്ക് വന്നിങ്ങനെ ഒരു ഇറക്കം, അങ്ങനെ വന്ന് ഒരു ഇറങ്ങുന്നത് കാണാം, പൊക്കിയെടുത്തോണ്ട് പോകും അല്ലേ. വെള്ളത്തിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെ പോലും അതിന് കാണും. എന്നിട്ട് താഴ്ന്നു വന്ന് ആ മത്സ്യങ്ങളെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കാലിട്ടിട്ട് പിടിച്ചെടുത്തിട്ട് പോകും. അതിൻ്റെ നിഴല് ഈ മത്സ്യത്തിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ പോലും അത് നോക്കും. അത്രയും സാമർഥ്യമുള്ളതാണ് ഈ ഗരുഡൻ. ഏത് രീതിയിൽ വന്നാൽ അതിൻ്റെ നിഴൽ അതിൻ്റെ മുകളിൽ വീഴില്ലയോ, കാരണം നിഴല് കണ്ടാൽ ഈ മത്സ്യങ്ങൾ മുങ്ങും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റിലൂടെ വന്നിട്ടാണ് അത് പിടിക്കുക. അത്ര നാക്കുകളുണ്ട് ഈ ഗരുഡനൊക്കെ, അത്ര ബുദ്ധിയുണ്ട്. നമ്മളെക്കാളൊക്കെ എത്രയോ ബുദ്ധിയുള്ളതാണ് ഈ ജന്തുക്കളൊക്കെ. നമ്മൾ വിചാരിക്കുക നമ്മളാ മിടുക്കന്മാർ എന്ന്. പല കാര്യത്തിലും നമ്മൾ ഇവരുടെയൊക്കെ എത്രയോ പുറകെയാണ്. അപ്പോൾ ഹരേ ഹേ യാനകേതുസ്വരൂപ യം സഞ്ചിന്യ ഏവ, ഏതൊരു ഗരുഡനെ ചിന്തിക്കുമ്പോൾ തന്നെ സദ്യ പെട്ടെന്ന് സ്വയം ഒരു കാരണവും കൂടാതെ ഉരകവധൂവർഗങ്ങളുടെ ഗർഭാഹ പതന്തി, നാഗവധുക്കളുടെ ഗർഭങ്ങളെല്ലാം പതിക്കുന്നു, സ്രവിക്കുന്നു, നശിച്ചു പോകുന്നു, ഗർഭം അലസിപ്പോകുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്കും പാമ്പിൻ്റെ ഭയം ഉണ്ടായാൽ ഉടനെ ഗരുഡ ഭഗവാനെ സ്മരിച്ചാൽ മതി എന്ന് പറയാം അല്ലേ. നമ്മൾ ഇവിടെ നമ്മുടെ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിച്ച് എല്ലാവരും മോഹിച്ച് കിടക്കുമ്പോൾ ഒരു വരവുണ്ടായി, ഒന്നൊന്നര വരവ് അല്ലേ, രാമായണത്തിൽ ഓർമ്മയുണ്ടോ? നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്രബന്ധം ഗർഭട്ടിതപ്പോഴേ. നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേന്ന്. എല്ലാ നാഗാസ്ത്രബന്ധനങ്ങളും വേർപെടാൻ നാഗാരിയുടെ സ്മരണ മതി എന്നറിയാം. ഗരുഡനെ സ്മരിക്കുക, സർപ്പങ്ങളുടെ ദോഷമൊക്കെ തീരും. ഇപ്പോൾ യം സഞ്ചിന്യൈവ സദ്യ സ്വയമുരകവധൂ വർഗഗർഭാഹ പതന്തി ചഞ്ചണ്ടോരു തുണ്ടത്രുടിത ഭണിവസാരക്ത പങ്കാംഗിദാസ്യം. ഗരുഡന്റെ ആസ്യം എന്നാൽ മുഖം. ആ മുഖം എങ്ങനെയുള്ളത്? ചണ്ടോരു തുണ്ടത്രുടിത ഭണിവസാരക്ത പങ്കാംഗിദാസ്യം. ഒറ്റ പദമാണ്. ചഞ്ചത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? ചണ്ടമായ ഒരു തുണ്ടം, അതിഭയങ്കരമായിട്ടുള്ള ഉരുവായ തുണ്ടം, വലിയ ചുണ്ട്. ഗരുഡന്റെ കൊക്ക് അത് ഭയങ്കര വലുപ്പമുള്ളതാണ്, അത് മൂർച്ചയേറിയതാണ്, അതിഗംഭീരമായിട്ടുള്ളത്. ഇപ്പൊ ചണ്ടോരു തുണ്ട് ത്രുടിത ഭണിവസ രക്തപങ്കാംഗിദാസ്യം. അതില് ആ തുണ്ടത്തില് ത്രുടിക്കുന്നുണ്ട്. ത്രുടിക്കുക എന്ന് പറഞ്ഞാൽ കറഞ്ഞ് പെടയുണ്ട്. ആര്? ഭണികള്, സർപ്പം. ഭണമുള്ളവൻ ഭണി. അപ്പൊ സർപ്പം പെടയുന്നുണ്ട്. അതിൻ്റെ വസ എന്ന് പറഞ്ഞാൽ സർപ്പത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പും രക്തവും ആ പങ്കം, ആ കളങ്കം, രക്തവും കൊഴുപ്പുമാകുന്ന പങ്കം കൊണ്ട് അങ്കിദാസ്യം ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് മൂപ്പര്. നമ്മളൊക്കെ ഫെയർ ആൻഡ് ലവ്ലിയും അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മുഖത്ത് പൂശുമ്പോൾ ഗരുഡൻ മുഖത്ത് പൂശിയിരിക്കുന്നത് എന്താണ്? സർപ്പങ്ങളുടെ വസയും അതിൻ്റെ രക്തവുമാണ് മുഖത്ത് പൂശാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതാണ് അങ്ങനെ മുഖം മനോഹരം. ഇത് ഗരുഡന്റെ മുഖത്തിൻ്റെ ഒരു മനോഹാരിതയാണ്. എന്താണ്? സർപ്പങ്ങളുടെ കൊഴുപ്പും രക്തവും മുഖത്ത് പുരണ്ടിരിക്കുന്നവൻ. തൻ്റെ ചുണ്ടിൽ കിടന്ന് പിടയ്ക്കുണ്ട് വലിയ വലിയ സർപ്പങ്ങൾ. ആ സർപ്പങ്ങളുടെ രക്തമൊക്കെ മുഖത്ത് തെറിച്ച് അത് ക്രീം പോലെ മുഖത്തൊക്കെ പുരട്ടി മനോഹര അലങ്കാരമായിട്ടുണ്ട്. അതില്ലെങ്കിലേ മൂപ്പർക്ക് മോശമുള്ളൂ. നമ്മൾ നെറ്റിയിൽ പൊട്ട് തൊടുമ്പോൾ ഒരു ഐശ്വര്യമില്ലേ? നമ്മൾ മുഖത്ത് ചില ക്രീമൊക്കെ തേക്കുമ്പോൾ ഒരു കളറും ഒരു ഫിനിഷിങ്ങും ഒക്കെ വരുന്നില്ലേ? അതുപോലെ ഈ ഗരുഡന്റെ ബ്യൂട്ടി ഈ പാമ്പുകളുടെ രക്തവും വസയും ഒക്കെ മുഖത്ത് ഇങ്ങനെ പൂശി ഇങ്ങനെ പരന്നു കിടക്കുമ്പോഴാണ് എന്നറിയാം.
അപ്പോൾ തൻ്റെ ചലിക്കുന്നതായിട്ടുള്ള ഭയങ്കരമായ ചുണ്ടുകളുടെ ഇടയിൽ പിടയ്ക്കുന്നതായിട്ടുള്ള പാമ്പുകളുടെ വസയും രക്തവും പുരണ്ടിരിക്കുന്നതായിട്ടുള്ള മുഖത്തോടു കൂടിയവനും ചഞ്ചണ്ടോറു തുണ്ടത്രുടിത ഭണിവസാരക്ത പങ്കാങ്കിദാസ്യം വന്ദേ ചാന്തോമയം തം ഖഗപതിം. ഖഗപതി എന്നാൽ പക്ഷികളുടെ രാജാവ്. പക്ഷിരാജായതേ നമഃ. ഖഗങ്ങൾ എന്നാൽ ഖേ ഗച്ഛതി ഖഗം. ഖേ ആകാശേ ഗച്ഛതി ഇത് ഖഗം. ആകാശത്തിൽ ഗമിക്കുന്നതുകൊണ്ടാണ് പക്ഷികൾക്ക് ഖഗം എന്ന് പേര്. ഖം എന്നത് ആകാശത്തിൻ്റെ പര്യായം, അതിൽ ഗമിക്കുന്നത് ഖഗം. അപ്പോൾ അതിൻ്റെ പതി ഖഗപതി, ഖഗാനാം പതി. ആ പക്ഷികളുടെ രാജാവായിരിക്കുന്ന ഗരുഡൻ, അദ്ദേഹത്തെ ഞാൻ വന്ദിക്കുന്നു. തം ഖഗപതിം വന്ദേ. അദ്ദേഹത്തെ ഒന്ന് വിശേഷിപ്പിച്ചു ഛന്തോമയം. ഛന്തോമയം എന്ന് പറഞ്ഞാലോ വേദസ്വരൂപം. ഛന്ദസ് എന്നുള്ളത് ഇവിടെ വേദത്തിനെ സൂചിപ്പിക്കാനാണ്. ഈ ഗരുഡൻ ഒരു വേദസ്വരൂപനാണ്. എങ്ങനെയാണോ വേദം ഭഗവത് തത്വത്തെ വഹിക്കുന്നത്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്കുള്ള വഴി വേദത്തെ പിടിക്കലാണ്. വേദം നമുക്ക് ഭഗവാനെ കൊണ്ടുതരും. എങ്ങനെയാണോ ഗരുഡൻ ഗജേന്ദ്രന്റെ അടുത്തേക്ക് ഭഗവാനെ കൊണ്ടുതന്നത്, ധ്രുവന്റെ അടുത്തേക്ക് ഭഗവാനെ കൊണ്ടുതന്നത് അല്ലേ? ധ്രുവൻ ഭഗവാനെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ എങ്ങനെയാ വന്നത്? ഗരുഡന്റെ പുറത്ത്. ഗജേന്ദ്രൻ നാരായണാന്ന് വിളിച്ചില്ല. അതിനു മുമ്പ് വേറെ പല സ്തുതികളെ കൊണ്ട് സ്തുതിച്ചപ്പോ നിർഗുണ ബ്രഹ്മസ്വരൂപമായിട്ട് ഭഗവാനെ സ്തുതിച്ചതായിട്ട് സമയത്ത് ഭഗവാൻ ഗരുഡവാഹനായിട്ടാണ് പാഞ്ഞു വന്നത്. അങ്ങനെ തൻ്റെ അടുത്ത് ഭഗവാനെ കണ്ടപ്പോഴാണ് പേര് വിളിച്ചത് നാരായണ എന്ന്. അതുവരെ നാരായണ എന്ന് വിളിച്ചിരുന്നില്ല. അതിന് കാരണം ഇന്ദ്രദ്യുമ്നനായിരുന്ന ആ ഗജേന്ദ്രന്റെ പൂർവജന്മത്തിൽ അദ്ദേഹം നിർഗുണ ബ്രഹ്മോപാസന ചെയ്തിരുന്ന ആളായിരുന്നു. നിർഗുണ ബ്രഹ്മോപാസന ചെയ്ത് നാരായണ എന്ന് വിളിച്ചിരുന്നില്ല മൂപ്പര്. എല്ലാം ബ്രഹ്മത്തിൻ്റെ പര്യായ ശബ്ദങ്ങൾ, ഉപനിഷത്ത് ശബ്ദങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ ഭഗവാനെ ആരാധിച്ചിരുന്നത്. അങ്ങനെ ജ്ഞാനമാർഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. അതുകൊണ്ടാണ് ഗുരുവായിട്ടുള്ള അഗസ്ത്യനെ കണ്ടിട്ടും അദ്ദേഹം ബഹുമാനിക്കാതിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തമോ ഗുണം പ്രകടമായി, ഭക്തി ഇല്ലാതിരുന്നു അദ്ദേഹത്തിൽ. അപ്പോഴാണ് ആ അഗസ്ത്യൻ്റെ ശാപം കൊണ്ട് ഇദ്ദേഹം ആനയായി തീർന്നത്. അപ്പം നിർഗുണ ബ്രഹ്മോപാസന കൊണ്ട് അഹങ്കാരിയായി തീർന്ന, ദേഹാഭിമാനിയായി തീർന്ന അദ്ദേഹം അഗസ്ത്യനെ പോലൊരു മഹാഗുരുവിനെ, തൻ്റെ കുലഗുരുവിനെ വന്ദിക്കാതിരുന്നു. അത് വിനയമില്ലായ്മ, ഭക്തിയില്ലായ്മ. ആ ഭക്തിയില്ലായ്മയ്ക്കും വിനയമില്ലായ്മയ്ക്കും കാരണം അഹങ്കാരം. അഹങ്കാരത്തിന് കാരണം ജ്ഞാനമാർഗം, നിർഗുണ നിരാകാരമായിരിക്കുന്ന ഉപനിഷത് മാർഗത്തിൽ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരുന്ന ആള്. ഈശ്വരനല്ല, ആ ബ്രഹ്മതത്വത്തെ. അപ്പൊ പാകത എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആനയായി വരേണ്ടി വന്നത്. ആനയായി വന്നപ്പോഴും പൂർവജന്മ സ്മൃതി കൊണ്ട് അദ്ദേഹം സ്തുതിച്ചത് മുഴുവൻ നിരാകാരമായിട്ടുള്ള സ്തുതിയാണ്. ഭാഗവതം 8ാം സ്കന്ധത്തിലെ 3-ാം അധ്യായമൊക്കെ എടുത്ത് നോക്കൂ. 2-ാം അധ്യായത്തിൽ ആ സ്തുതി, 8ാം സ്കന്ധത്തിലെ ആദ്യ ഭാഗം. അപ്പോൾ ആ നിർഗുണ നിരാകാരമായി സ്തുതിച്ചു. അപ്പോൾ ആരും വന്നില്ല. കാരണം ഓരോരുത്തരും വിചാരിച്ചു എന്നെയല്ല 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 എന്ന്. ഓരോ ദേവന്മാരും കൈയൊഴിഞ്ഞു. കാരണം പേര് വിളിക്കുന്നില്ല മൂപ്പര്. വിളിച്ചാൽ വരാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു ഓരോരുത്തരും. അപ്പോൾ ആരുടെയും പേര് വിളിച്ചില്ല. അപ്പോൾ വിഷ്ണു ഭഗവാന് തൻ്റെ പേരൊന്നും വിളിക്കണം എന്നില്ല. നാരായണാന്നോ കൃഷ്ണാന്നോ ഗുരുവായൂരപ്പ എന്നൊന്നും വിളിക്കണ്ട. ബ്രഹ്മത്തിൻ്റെ പര്യായ ശബ്ദങ്ങൾ പറഞ്ഞാൽ തന്നെ അത് തന്നെയാണ് എന്ന് അറിയുന്ന ആളാണ് വിഷ്ണു ഭഗവാൻ. അതുകൊണ്ട് സർവാത്മകത്വാത് ഹരിരാവിരാസീഹി എന്നാണ് അവിടെ പറഞ്ഞത്. അവൻ സർവാത്മാവായതുകൊണ്ട് ആ ഹരിഹി ആവിരാസീഹി അവിടെ ആവിർഭവിച്ചു, പ്രത്യക്ഷനായി ഗരുഡവാഹനനായിട്ട്. നിങ്ങൾ നോക്കിക്കോളാം 3 എന്നൊക്കെ ഇപ്പം എനിക്ക് നോക്കാൻ വയ്യ. 8ാം സ്കന്ധത്തിൽ നോക്കുക, അവിടെ കാണും സ്തുതി. 2-ഓ 3-ഓ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
അപ്പോൾ ഹരിരാവിരാസീഹി, ഹരി ആവിർഭവിച്ചു. അപ്പോഴാണ്, ഹരിയെ കണ്ടപ്പോഴാണ് ആരെന്ത് വിളിച്ചത്? ഗജേന്ദ്രൻ തനിക്ക് രക്ഷകനായിട്ട് ആ ബ്രഹ്മത്തിൻ്റെ പേര് വിളിച്ചപ്പോഴും വന്നത് നാരായണനാണ് എന്ന് കണ്ടത്. ആ രൂപം കണ്ടപ്പോഴാണ് വിളിച്ചത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന്. അതുവരെ നാരായണ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, സ്തുതി പഠിക്കൂ. നാരായണ എന്ന് വിളിക്കുന്നത് ഭഗവാനെ കണ്ടപ്പോൾ. അപ്പോൾ സഗുണ സാകാര രൂപത്തിലേ തനിക്ക് ആശ്രയിക്കാറായിട്ടുള്ളൂ. ആ ഭഗവാനെ താൻ ആശ്രയിക്കണം എന്ന അഭിമാനം വെടിഞ്ഞുകൊണ്ട് ദീനനായിക്കൊണ്ട് ഭഗവാനെ ആ പേര് പറഞ്ഞ് വിളിക്കുന്ന ഗജേന്ദ്രനെ നമുക്ക് കാണാം. അപ്പോൾ ആ ഗജേന്ദ്രൻ്റെ അടുത്തേക്ക് ഭഗവാനെ കൊണ്ടുവന്നതാരാണ്? അത് ഗരുഡനാണ്. ആ ഗരുഡനെ ഇവിടെ വേദത്തിലൊക്കെ ഉപമിക്കുന്നത് സാമവേദത്തിലെ ചില മന്ത്രങ്ങളോടാണ്. ഗരുഡന്റെ 2 ചിറകുകൾ ബൃഹത് സാമ എന്ന് പറയുന്ന ആ സാമത്തിലെ 2 പ്രധാന മന്ത്രങ്ങളോട് ഉപമിക്കും. അപ്പോൾ സാമവേദം വരുന്നത് പോലെയാണ് ആര് വരുന്നത്? ഗരുഡന്റെ വരവ്. ആ ഗരുഡൻ ആരെ വഹിച്ചുകൊണ്ട് വരണു? വേദമന്ത്രങ്ങൾ ബ്രഹ്മത്തെ വഹിക്കുന്നത് പോലെ ആ ഗരുഡൻ ഭഗവാനെ വഹിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. അപ്പം നമുക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി ഏതാണ്? വേദത്തെ ആശ്രയിക്കുക. വേദത്തിലെ മന്ത്രങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കൊണ്ടുതരും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് ഛന്ദോമയം. ഗരുഡൻ വേദസ്വരൂപനാണ്. സാമവേദത്തിലെ ബൃഹത് സാമ എന്ന് പറയുന്നതായിട്ടുള്ള 2 പ്രധാന മന്ത്രങ്ങളാണ് വേദസ്വരൂപനായിട്ട് ഈ ഗരുഡൻ എന്ന്. വന്ദേ ഛന്ദോമയം തം ഖഗപതിം അമലസ്വർണവർണം. അമലസ്വർണവർണം, നിർമ്മലമായ തനി തങ്കം, അതിൻ്റെ വർണ്ണമാണ് ഗരുഡന്. 24 കാരറ്റ്, 916 അല്ല, ടോട്ടലി 1000 എന്ന് പറയാം. 91.6 അല്ല, 100%. 91.6 ആകുമ്പോഴേക്കും 22 കാരറ്റായി അല്ലേ? ഇവിടെ അമലസ്വർണവർണം, തനിത്തങ്ക നിറത്തോടു കൂടിയവനായിരിക്കുന്ന ആ സുപർണനെ, ആ ഖഗപതിയെ, ആ ഗരുഡനെ, ആ വേദസ്വരൂപനായ ഗരുഡനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. അപ്പൊ ഗരുഡനെ കാണുമ്പോൾ വന്ദിക്കാൻ ഒരു ശ്ലോകം കൂടി പഠിച്ചു. ഇപ്പൊ നമ്മള് കുങ്കുമാംഗത വർണ്ണാംഗ കുന്ദേന്ദുതവളാനന വിഷ്ണുവാഹന രൂപായ പക്ഷിരാജായ തേ നമഃ. അത് മുത്തശ്ശിമാര് പഠിപ്പിച്ചു തന്ന സിമ്പിളായിട്ടുള്ള ശ്ലോകം, അത് മറക്കണ്ട. എന്നാൽ ഇതാ ശങ്കരാചാര്യ നമ്മളെ ഒരു ശ്ലോകം കൂടി പഠിപ്പിച്ചു. യോ വിശ്വപ്രാണഭൂതസ്തനുരഭിജ ഹരേർ യാനകേതുസ്വരൂപോ യം സഞ്ചിന്യൈവ സദ്യ സ്വയമുരഗവധൂ വർഗഗർഭാഃ പതന്തി ചഞ്ചണ്ടോരുതുണ്ടത്രുടിത ഭണിവസാരക്തഭംഗാംഗിദാസ്യം വന്ദേ ഛന്ദോമയം തം ഖഗപതിമമലസ്വർണവർണം സുപർണം. വന്ദേ ഛന്ദോമയം തം ഖഗപതിം അമലസ്വർണവർണം സുപർണം. ഇപ്പൊ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ വണങ്ങി. ഇനി ഇതാ നാളെ 7, 8 ശ്ലോകങ്ങൾ 9, 10 കാണാൻ ശ്രമിക്കാം. ശേഷൻ, ആദിശേഷനാണ് അടുത്ത ശ്ലോകത്തില്, ലക്ഷ്മി ദേവിയാണ് അതിൻ്റെ അടുത്ത ശ്ലോകത്തില്, ഭൂമി ദേവിയാണ് അതിൻ്റെ അടുത്ത ശ്ലോകത്തില്, പാദധൂളിയാണ് അതിൻ്റെ അടുത്ത ശ്ലോകത്തില്. അപ്പൊ തിരുവോണത്തിൽ കറക്റ്റായിട്ട് ഭഗവാന്റെ പാദത്തെ വർണ്ണിക്കും. ആ പാദം വർണ്ണനയിൽ വരുന്നുണ്ട്. മഹാബലിയുടെ മുമ്പിൽ വന്ന് യാചിച്ചതും 3 ലോകങ്ങളെയും അളന്നെടുത്തതുമായിട്ടുള്ള ചരിത്രം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിരിക്കും ഓണത്തിന് ഭഗവാന്റെ പാദം. നോക്കൂ, ഭഗവാന്റെ ഇച്ഛയാണതൊക്കെ. അപ്പോൾ നമുക്കിന്ന് സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.